ഹലോ കാർ ഫാക്ടറിയുടെ പ്രിയപ്പെട്ട മച്ചാൻസ്, ചിരഞ്ജീവിയും നാഗാർജുനയുമൊക്കെ അരങ്ങു തകർത്തു വാഴുന്ന ടോളിവുഡ് ഇൻഡസ്ട്രിയെ മലയാളികൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അല്ലു അർജുനിലൂടെയായിരുന്നു. ആര്യ എന്ന സിനിമയിലൂടെ അല്ലു അർജുൻ ഒരു കാലത്ത് കേരളത്തിൽ തരംഗം സൃഷ്ടിച്ചതുപോലെ വേറൊരു ടോളിവുഡ് താരത്തിനും സാധിച്ചിരുന്നില്ല. എന്നാൽ ഈ രീതിക്ക് മലയാളികൾക്കിടയിൽ കാര്യമായ വ്യത്യാസം വരുത്തിയത് തെലുങ്ക് സിനിമയിലെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന ചിരഞ്ജീവിയുടെ മകൻ രാം ചരൺ തേജയാണ്. 2009 റിലീസ് ചെയ്ത രാം ചരണിന്റെ മഗധീര എന്ന ബിഗ് ബജറ്റ് സിനിമ വമ്പൻ ഓളമാണ് കേരളക്കരയിൽ സൃഷ്ടിച്ചത്. ഈ സിനിമയ്ക്ക് ശേഷമാണ് രാം ചരൺ പാൻ ഇന്ത്യൻ ലെവലിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. രാജമൗലി സംവിധാനം ചെയ്ത RRR എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിലൂടെ രാം ചരൺ ഇന്ത്യൻ സിനിമയിൽ തന്റെ താരപദവി എന്ന നേട്ടം സ്വന്തമാക്കി. തന്റെ സിനിമകൾ തെരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ രാം ചരൺ വാഹന ശേഖരത്തിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ മികച്ച വണ്ടികൾ മാത്രമാണ് അദ്ദേഹം തെരഞ്ഞെടുക്കാറുള്ളത്. ലക്ഷറി സ്പോർട്സ് കാറുകളോട് റാമിന്റെ ഇഷ്ടം അദ്ദേഹത്തിന്റെ വാഹനങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ കാർ ഫാക്ടറി യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിരിക്കുന്നത് രാം ചരന്റെ കാർ കളക്ഷനിലെ ചില ലക്ഷറി കാറുകളെ പരിചയപ്പെടുത്താൻ കൂടിയാണ്. നേരെ വീഡിയോയിലേക്ക് പോകാം. രാം ചരൺ തേജയുടെ ആസ്റ്റൺ മാർട്ടിനിൽ നിന്ന് തുടങ്ങാം. ആസ്റ്റൺ മാർട്ടിൻ V8 വാൻറ്റേജ്. ജെയിംസ് ബോണ്ട് സിനിമകളിലൂടെ ലോകമെങ്ങും കോടിക്കണക്കിന് ആരാധകരെ സൃഷ്ടിച്ച കാർ ബ്രാൻഡാണ് ആസ്റ്റൺ മാർട്ടിൻ. ഈ ബ്രിട്ടീഷ് വാഹന നിർമ്മാണ കമ്പനിയിൽ നിന്നുള്ള ഒരു ലക്ഷറി കൂപ്പ് ബോഡി ടൈപ്പ് മോഡൽ സ്പോർട്സ് കാറാണ് V8 വാൻറ്റേജ്. ആസ്റ്റൺ മാർട്ടിന്റെ V8 വാൻറ്റേജ് സൂപ്പർ കാറിന്റെ ഇന്ത്യയിലെ ചുരുക്കം ചില ഉടമകളിൽ ഒരാളാണ് നമ്മുടെ രാം ചരൺ. 3 കോടി രൂപയ്ക്ക് മുകളിൽ എക്സ് ഷോറൂം വിലയുള്ള ആസ്റ്റൺ മാർട്ടിൻ V8 വാൻറ്റേജ് തന്റെ വിവാഹ വാർഷികത്തിന് ഭാര്യയുടെ മാതാപിതാക്കളിൽ നിന്ന് സമ്മാനമായിട്ടാണ് രാം ചരന്റെ കാർ ഷെഡിലെത്തുന്നത്. ഇനി ഈ എക്സോട്ടിക് വാഹനത്തിന്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാക്സിമം RPM-ൽ 430 bhp പവറും 470 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന ഒരു 4.8 ലിറ്റർ ടർബോ ചാർജ്ഡ് V8 പെട്രോൾ എഞ്ചിനാണ് V8 വാൻറ്റേജിനെ ചലിക്കാൻ കരുത്ത് നൽകുന്നത്. ഒരു 2 സീറ്റർ സ്പോർട്സ് കാർ ആയിട്ടുള്ള ഇവ 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വഴി റിയർ വീലുകളിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. 10.8 കിലോമീറ്റർ മൈലേജ് നൽകുന്ന ആസ്റ്റൺ മാർട്ടിൻ V8 വാൻറ്റേജിന് നിന്ന നിൽപ്പിൽ നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ വെറും 4.2 സെക്കൻഡുകൾ മാത്രം മതിയാവും. മണിക്കൂറിൽ 305 കിലോമീറ്റർ പരമാവധി വേഗതയിൽ കുതിക്കാൻ ഈ വാഹനത്തിന് സാധിക്കും. രാം ചരൺ സ്വന്തമാക്കിയ മറ്റൊരു വാഹനമാണ് റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫി. തന്റെ സിനിമകൾ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ വണ്ടികൾ സ്വന്തമാക്കുന്ന കാര്യത്തിലും വളരെ സെലക്റ്റീവായ വ്യക്തിയാണ് രാം ചരൺ. റാമിന്റെ വാഹന ശേഖരത്തിലെ മറ്റൊരു പ്രത്യേകത സ്വന്തമാക്കിയ വാഹനങ്ങളിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷ് കമ്പനിയാണ്. അവയിലൊന്നാണ് ടാറ്റ മോട്ടോഴ്സിന്റെ ലക്ഷറി സബ് ബ്രാൻഡായ ലാൻഡ് റോവറിൽ നിന്നുള്ള റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫി. ലോകമെമ്പാടുമുള്ള നിരവധി സെലിബ്രിറ്റികൾ ആരാധകരായിട്ടുള്ള ഇവരുടെ ആഡംബര SUV മോഡലാണ് റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫി. ഏകദേശം 3.5 കോടി രൂപ വിലയുള്ള ഈ വാഹനം 2014 രാം ചരൺ സ്വന്തമാക്കുന്നത്. ഒരു 5.0 ലിറ്റർ സൂപ്പർ ചാർജ്ഡ് V8 പെട്രോൾ എഞ്ചിനിൽ തുടിക്കുന്ന ഇവ പീക്ക് RPM-ൽ 503 bhp പവറും 625 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നു. 4 വീൽ ഡ്രൈവിലേക്ക് പവർ ഡ്രൈവ് ട്രെയിൻ ചെയ്യുന്ന ഈ 5 സീറ്റർ SUV-ൽ 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ട്രാൻസ്മിഷൻ വരുന്നത്. പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ എന്നീ 2 വേരിയന്റിൽ എത്തുന്ന ഓട്ടോബയോഗ്രഫി ലിറ്ററിന് 9.6 കിലോമീറ്റർ മൈലേജ് നൽകുന്നുണ്ട്. 6.2 സെക്കൻഡുകൾ കൊണ്ട് സ്റ്റിൽ സ്റ്റാൻഡിൽ നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കുന്ന ഇവയുടെ ടോപ്പ് സ്പീഡ് മണിക്കൂറിൽ 225 കിലോമീറ്റർ ആണ്. അപ്പോൾ രാം ചരന്റെ കയ്യിലുള്ള മറ്റൊരു ബ്രിട്ടീഷ് വാഹനമാണ് റോൾസ് റോയ്സ് ഫാൻറ്റം. ആഡംബര കാറുകളിലെ അവസാന വാക്കെന്നറിയപ്പെടുന്ന റോൾസ് റോയ്സിന്റെ 8th ജനറേഷൻ മോഡലായ 4 സീറ്റർ ലക്ഷറി സെഡാൻ ഫാൻറ്റം 2018 ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. ബ്രിട്ടീഷ് വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന രാം ചരന്റെ ഗാരേജിലെ ഏറ്റവും വിലയേറിയ വണ്ടിയും റോൾസ് റോയ്സ് ഫാൻറ്റം തന്നെയാണ്. രാം ചരൺ തന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിരവധി കസ്റ്റമൈസ് ചെയ്താണ് ഈ വാഹനം സ്വന്തമാക്കിയത്. ഒരു 6.8 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് V12 പെട്രോൾ എഞ്ചിനിൽ തുടിക്കുന്ന ഫാൻറ്റം പീക്ക് RPM-ൽ 563 bhp പവറും 900 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. ഫ്രണ്ട് എഞ്ചിൻ വാഹനമായിട്ടുള്ള ഇവ 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വഴി റിയർ വീലുകളിലേക്ക് പവർ സപ്ലൈ നടത്തുന്നു. ലിറ്ററിന് 9.8 കിലോമീറ്റർ ആണ് റോൾസ് റോയ്സ് ഫാൻറ്റം നൽകുന്ന മൈലേജ്. ഏകദേശം 11 കോടി എക്സ് ഷോറൂം വിലയുള്ള റോൾസ് റോയ്സ് ഫാൻറ്റം കേരളത്തിൽ ബിസിനസ്മാനായ ബോബി ചെമ്മണ്ണൂരും തന്റെ വാഹന ശേഖരത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. മണിക്കൂറിൽ 250 കിലോമീറ്റർ ടോപ്പ് സ്പീഡിൽ കുതിക്കുന്ന ഇവ 5.4 സെക്കൻഡുകൾ കൊണ്ട് 100 കിലോമീറ്റർ വേഗത നിന്ന നിൽപ്പിൽ കൈവരിക്കുന്നുണ്ട്. എന്നാൽ രാം ചരൺ ഈ ലക്ഷറി വാഹനം തന്റെ യാത്രകൾക്ക് വേണ്ടിയായിരുന്നില്ല സ്വന്തമാക്കിയത്. തന്റെ അച്ഛൻ ചിരഞ്ജീവിയുടെ പിറന്നാൾ ദിനത്തിൽ സമ്മാനമായി നൽകാൻ വേണ്ടിയാണ് ഈ റോൾസ് റോയ്സ് വാഹനം വാങ്ങുന്നത്. അടുത്ത വണ്ടി മെഴ്സിഡീസ് ബെൻസ് മേബാക്ക് GLS 600.
ജർമ്മൻ ലക്ഷറി ബ്രാൻഡ് മെഴ്സിഡീസ് ബെൻസ് സമീപകാലത്ത് ഇന്ത്യയിൽ അവതരിപ്പിച്ച പോപ്പുലർ ആയിട്ടുള്ള ആഡംബര വാഹനമാണ് മേബാക്ക് GLS 600. ബോളിവുഡിൽ ഉൾപ്പെടെ സിനിമാ താരങ്ങളുടെ ഇഷ്ടവാഹനങ്ങളുടെ പട്ടികയിലും ഈ ആഡംബര ഭീമൻ ഇടം നേടിയിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് മേബാക്ക് GLS 600 ബോളിവുഡ് താരങ്ങളായ രൺവീർ സിംഗ്, ആയുഷ്മാൻ ഖുറാന, അർജുൻ കപൂർ, കൃതി സനോൺ തുടങ്ങിയ താരങ്ങൾ സ്വന്തം ഗ്യാരേജിൽ എത്തിച്ചത്. എന്നാൽ ഇന്ത്യയിലെ കസ്റ്റമൈസ് ചെയ്ത മേബാക്ക് GLS 600ന്റെ ആദ്യ ഉടമ രാം ചരൺ എന്നാണ് മെഴ്സിഡീസ് ബെൻസ് ഡീലർഷിപ്പായ സിൽവർ സ്റ്റാർ മോട്ടോഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഏകദേശം 2.43 കോടിയാണ് ഈ വാഹനത്തിന്റെ കസ്റ്റമൈസ് കൂടാതെയുള്ള എക്സ്ഷോറൂം വില. 9 സ്പീഡ് G-ട്രോണിക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വഴി എല്ലാ വീലുകളിലേക്കും ഡ്രൈവ് ലൈൻ നടത്തുന്ന ഈ 5 സീറ്റർ SUV 4.9 സെക്കൻഡുകൾ കൊണ്ട് 0 നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കുന്നു. ഒരു 4.0 ലിറ്റർ ബൈ ടർബോ V8 പെട്രോൾ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന മേബാക്ക് GLS 600 ഉയർന്ന RPM-ൽ 550 bhp പവറും 730 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നു. ഇവ കൂടാതെ എഞ്ചിനോടൊപ്പം നൽകിയിട്ടുള്ള 48 വോൾട്ട് EQ ബൂസ്റ്റ് സിസ്റ്റം ആവശ്യമുള്ള സമയങ്ങളിൽ 250 Nm എക്സ്ട്രാ ടോർക്കും 21 bhp പവറും ഉൽപ്പാദിപ്പിക്കും. ലിറ്ററിന് 8.5 കിലോമീറ്റർ മൈലേജ് നൽകുന്ന ഇവയുടെ ടോപ്പ് സ്പീഡ് മണിക്കൂറിൽ 250 കിലോമീറ്റർ ആണ്. ജർമ്മൻ ലക്ഷറി ബ്രാൻഡിൽ നിന്നുള്ള രാം ചരന്റെ കൈവശമുള്ള മറ്റൊരു വാഹനമാണ് BMW 7 സീരീസ്. 2017 രാം ചരൺ ബ്ലാക്ക് നിറത്തിലുള്ള BMW 7 സീരീസ് ലക്ഷറി സെഡാൻ സ്വന്തമാക്കുന്നത്. ഇവയുടെ 6ാമത്തെ ജനറേഷനിൽപ്പെട്ട 730 LD പ്രീ ഫേസ് ലിഫ്റ്റ് പെർഫോമൻസ് മോഡലാണ് റാമിന്റെ കൈവശമുള്ളത്. BMW ലൈനപ്പിലെ ലോങ് വീൽ ബേസ് വെർഷനായിട്ടുള്ള ഈ 5 സീറ്റർ സെഡാൻ പീക്ക് RPM-ൽ 261 bhp പവറും 620 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു 3.0 ലിറ്റർ 6 സിലിണ്ടർ ഇൻലൈൻ ഡീസൽ എഞ്ചിനാണ് ഇവയ്ക്ക് തുടിപ്പേകുന്നത്. ഓൾ വീൽ ഡ്രൈവ് വാഹനമായിട്ടുള്ള BMW 730 LD 8 സ്പീഡ് ഗിയർ ബോക്സ് ട്രാൻസ്മിഷൻ ഒരുങ്ങുന്നു. 0 നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഇവയ്ക്ക് 6.35 സെക്കൻഡുകൾ കൊണ്ട് സാധിക്കും. മണിക്കൂറിൽ 250 കിലോമീറ്റർ ടോപ്പ് സ്പീഡിൽ കുതിക്കാൻ ശേഷിയുള്ള ഈ സെഡാൻ 1.35 കോടിയോളം രൂപയായിരുന്നു ആ സമയത്തെ എക്സ്ഷോറൂം വില. മെഴ്സിഡീസ് ബെൻസിൽ നിന്നുള്ള മറ്റൊരു വാഹനം രാം ചരന്റെ കാർ ഷെഡ് അലങ്കരിക്കുന്നുണ്ട്. ആ വണ്ടിയാണ് മെഴ്സിഡീസ് ബെൻസ് E-ക്ലാസ്. മെഴ്സിഡീസ് ബെൻസിന്റെ ഹയസ്റ്റ് സെല്ലിംഗ് മോഡലായിട്ടുള്ള ലക്ഷറി സെഡാനാണ് E-ക്ലാസ് സീരീസിലെ 4ാമത്തെ തലമുറയിൽപ്പെട്ട E250 CDI ഡീസൽ മോഡലാണ് റാം ചരൺ വാഹനശേഖരം അലങ്കരിക്കുന്നത്. ഒരു 2.2 ലിറ്റർ 4 സിലിണ്ടർ ടർബോ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന E250 CDI 204 bhp പവറും 500 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നു. ഇവ റിയർ വീലുകളിലേക്ക് പവർ ഡ്രൈവ് ട്രെയിൻ ചെയ്യുന്നത് 7 സ്പീഡ് G-ട്രോണിക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വഴിയാണ്. ഒരു ഫ്രണ്ട് എഞ്ചിൻ മോഡലായിട്ടുള്ള ഇവയുടെ ടോപ്പ് സ്പീഡ് മണിക്കൂറിൽ 242 കിലോമീറ്റർ ആണ്. 0 നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഇവയ്ക്ക് വെറും 7.7 സെക്കൻഡുകൾ മതിയാവും. ഏകദേശം 54 ലക്ഷം രൂപയായിരുന്നു ഈ ക്ലാസ് മോഡലിന്റെ എക്സ്ഷോറൂം വില. അടുത്തത് മെഴ്സിഡീസ് ബെൻസ് V-ക്ലാസ്. 2019 മെഴ്സിഡീസ് ബെൻസ് തങ്ങളുടെ ലക്ഷറി വാനായ V-ക്ലാസിനെ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. ആഡംബരം നിറഞ്ഞ വലിയ വാഹനമായതുകൊണ്ട് തന്നെ സിനിമക്കാർക്കിടയിൽ പെട്ടെന്ന് ക്ലിക്കാവാൻ V-ക്ലാസിന് സാധിച്ചു. ബോളിവുഡ് താരങ്ങളായ സാക്ഷാൽ അമിതാഭ് ബച്ചനും ഋതിക് റോഷനും V-ക്ലാസ് മോഡലിനെ തങ്ങളുടെ ഗ്യാരേജിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇവയുടെ ഡീസൽ വേരിയന്റായ V-ക്ലാസ് 220D എന്ന മോഡലാണ് റാമിന്റെ കൈവശമുള്ളത്. മെഴ്സിഡീസ് ബെൻസിന്റെ OM 654 പ്ലാറ്റ്ഫോമിൽ ഒരുങ്ങുന്ന ഈ 7 സീറ്റർ MUV ഒരു 2.0 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ഡീസൽ എഞ്ചിനിലാണ് പ്രവർത്തിക്കുന്നത്. ഈ എഞ്ചിൻ ഉയർന്ന RPM-ൽ 163 bhp പവറും 380 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. റിയർ വീലുകളിലേക്ക് എഞ്ചിൻ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് 7 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഡ്രൈവ് ട്രെയിൻ വഴിയാണ്. ഏകദേശം 1 കോടിക്ക് മുകളിൽ എക്സ്ഷോറൂം വിലയുള്ള ഈ വാഹനം 11.2 സെക്കൻഡുകൾ കൊണ്ട് 100 km/h വേഗത കൈവരിക്കും. 195 കിലോമീറ്റർ ആണ് ഇവയുടെ ഉയർന്ന വേഗത. ഇനി ലാസ്റ്റ് വണ്ടി പരിചയപ്പെടാം. മെഴ്സിഡീസ് ബെൻസ് GL 350 CDI. പീക്ക് RPM-ൽ 254 bhp പവറും 619 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 3.0 ലിറ്റർ 6 സിലിണ്ടർ V6 ടർബോ ചാർജ്ഡ് CRDI ഡീസൽ എഞ്ചിനിൽ തുടിക്കുന്ന ഈ 7 സീറ്റർ ലക്ഷറി SUV മെഴ്സിഡീസ് ബെൻസ് ലൈനപ്പിലെ ഏറ്റവും വലിയ SUV-കളിൽ ഒന്നാണ്. 7 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വഴി എല്ലാ വീലുകളിലേക്കും ഇവ ഡ്രൈവ് ട്രെയിൻ ചെയ്യുന്നു. 79.78 ലക്ഷം രൂപ എക്സ്ഷോറൂം വിലയിൽ ലഭിക്കുന്ന ഇവയുടെ ടോപ്പ് സ്പീഡ് മണിക്കൂറിൽ 220 കിലോമീറ്റർ ആണ്. സ്റ്റിൽ സ്റ്റാൻഡിൽ നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ വേണ്ടുന്നത് ഇവയ്ക്ക് വെറും 7.9 സെക്കൻഡുകളാണ്. അപ്പോൾ ഇവയൊക്കെയാണ് റാം ചരൺ സ്വന്തമാക്കിയ ചില വാഹനങ്ങൾ. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു നല്ല വീഡിയോയുമായി കാർ ഫാക്ടറി എത്തുന്നതായിരിക്കും. അതുവരെ കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺ ഫോർ ദ ലേറ്റസ്റ്റ് സെലിബ്രിറ്റി കാർ കളക്ഷൻ ആൻഡ് ഓട്ടോമൊബൈൽ അപ്ഡേറ്റ്സ്.